നെസ്സീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. അത് മോളെ വിശേഷങ്ങളുണ്ട്, പിന്നെ അതേപോലെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ എൻ്റെ സ്നേഹിതിൻ്റെ അടുത്ത് പോയ വിശേഷങ്ങൾ, അങ്ങനെ എല്ലാം കൂടി കൂടിയിട്ടുള്ള 2-3 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നല്ലേ. ഇപ്പം ഇനി ഹെൽത്തൊക്കെ ഒന്ന് നല്ലോണം നോക്കാമെന്ന് വിചാരിച്ച്. ഷുഗറൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതോടെ ഞങ്ങളൊരു ഹോമിയോ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞതാണ്, അപ്പോൾ ചോറ് കഴിക്കണം നിർബന്ധമാണെങ്കിൽ ഒരു നേരം ഇങ്ങനെ ബ്രൗൺ റൈസ് കഴിക്കാൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് റൈസ് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, അത്ര ഇഷ്ടപ്പെടില്ല. അങ്ങനെ പിന്നെ അങ്ങനെ ആണല്ലോ, എൻ്റെ വാവ പറയും ഹെൽത്തിന് നല്ല സാധനങ്ങളൊന്നും നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ബ്രൗൺ റൈസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോയി മുക്കത്ത് ഹോമിയോനെ കാണിക്കാൻ പോയതേനി. അപ്പോൾ വേറൊരാൾ പറഞ്ഞു ഹോമിയോയിൽ ഷുഗർ മാറുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി നോക്കിയതാണ്. പക്ഷേ അയാൾ പറഞ്ഞ് മാറുമൊന്നുമില്ല, അപ്പോൾ നമ്മൾ ഹെൽത്തൊക്കെ ഒന്ന് നോക്കുക, കൺട്രോൾ ചെയ്യുക, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ഇനി ഞാൻ അങ്ങോട്ട് പോകണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും അയാൾ പറഞ്ഞ ഹെൽത്ത് വൈസ് ആയിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ആ ബ്രൗൺ റൈസ് ഞാൻ 1 കിലോ നല്ലോണം ഒന്ന് കഴുകി കുതിർത്ത് വെച്ചിട്ട് പുട്ടിന് പൊടിപ്പിച്ചിട്ട് ഞാൻ വറുത്തതാണ് കേട്ടോ. ചെറിയ രീതിയിൽ വറുത്തതാണ്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയത്, നമ്മൾ സാധാരണ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് വറുപ്പിക്കുന്ന പൊടി ഉണ്ടല്ലോ, അപ്പോൾ അതേപോലെ ആയിരിക്കും ഇതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളം കുറച്ച് അധികമായി പോയിട്ട് ഒഴിച്ചത്. പക്ഷേ നമ്മൾ അത്രത്തോനെ വറവ് ആകുന്നില്ലല്ലോ. ഞാനിത് ഫ്രിഡ്ജിലോട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. കുറച്ച് വറുത്തതിൻ്റെ ശേഷം, ഒരുപാട് വറുത്തിയില്ല, നമ്മളെ മില്ലിൽ നല്ലോണം വറുക്കും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് എന്താ പറയുക, അജ്മി ആയാലും വേറെ ഏത് പൊടിയായാലും കുറച്ച് അധികമായി വരുമല്ലോ. പക്ഷേ ഈ ഒരു റൈസ് ഞാൻ അങ്ങനെ പൊടിപ്പിച്ച് അങ്ങനെ വന്നില്ല കേട്ടോ. മില്ലിൽ ഒരു നല്ലോണം വറുക്കുമല്ലോ കുറേ സമയം എടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അന്ന് കുറച്ച് പൊടിയേ ഉണ്ടാവുള്ളൂ. നമ്മൾ 5 കിലോനൊക്കെ കൊടുത്താൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ അതാ കുറച്ച് റാഗി പുട്ടുപൊടിയും കൂടി ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ട്. ഇനി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ളും ഇനി ഹെൽത്തി ആക്കാൻ വിചാരിച്ച്. ഉച്ചക്കത്തെ ചോറും ഇത് മതിയല്ലോ. പിന്നെ ഗോതമ്പും നല്ലോണം ഷുഗർ കൂട്ടുന്നതെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ തീരെ കൺട്രോൾ ചെയ്യലില്ല കേട്ടോ. മധുരം കഴിക്കില്ലാന്നേ ഉള്ളൂ. ചോറൊക്കെ ഉച്ചക്ക് നല്ലോണം കഴിക്കും. ചപ്പാത്തി പിന്നെ പൊതുവേ എനിക്ക് ചപ്പാത്തി ഇഷ്ടമില്ല, എന്നാലും അത് 2 എന്തായാലും കഴിക്കും. അപ്പം ഞാൻ ഇനി കൂടുതൽ സാലഡിലേക്കും ഇതേപോലത്തെ അതൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ, കൂടുതൽ നമ്മളെ തന്നെ നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അവസാനം കിടന്നു പോയാൽ അങ്ങനെ ചെയ്യേനി അന്ന് ഇങ്ങനെ ചെയ്യേനി എന്ന് നമ്മളപ്പം കട്ടുമ്പോൾ കിടന്നിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് മുന്നേ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിക്കാക അതിനൊക്കെ സപ്പോർട്ടാണ് കേട്ടോ. എനിക്ക് അതൊക്കെ ചെയ്താൽ മടിയാണ്, അത് മാത്രമാണ് പ്രശ്നം. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ ഒന്നല്ല കേട്ടോ, ഈ ചോറായാലും പുട്ടായാലും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ കുറുവാരിൻ്റെ പോലെ ആവില്ലാന്നേ ഉള്ളൂ. പിന്നെ പുട്ടിന് ഞാൻ ബീഫ് കറിയാണ് കേട്ടോ. അതാ കണ്ടില്ല, നമ്മളെ റാഗി പുട്ടുപൊടി പോലെ തന്നെയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് 1 കിലോന് 65 രൂപയാണോ ഇനി 60 രൂപ ആണോ എന്ന് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ മുക്കത്തൊന്നും പോകണ്ട. അപ്പോൾ ഇനി നമ്മളെ കോഴിക്കോട് വലിയങ്ങാടി പോയാൽ തന്നെ ഒരു 5 കിലോനൊക്കെ ഇനി വാങ്ങാൻ നട്ട് വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു ബീഫ് കറീൻ്റെത് ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇടാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള, നല്ല പച്ചത്തേങ്ങ അരച്ചിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. വേറൊരു മോഡലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബീഫ് കറിയും പുട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബീഫ് കറി ഉള്ളതുകൊണ്ട് അപ്പോൾ ഉച്ചക്കും അന്ന് രാത്രിയും ഒക്കെ അങ്ങനെ പോകും കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ 2 ആളായതുകൊണ്ട് ഒരുപാട് വേണ്ടല്ലോ. ഇക്കാക പറഞ്ഞത് എനിക്ക് മാത്രം ഇത് വെച്ചിട്ട് കാക്കക്ക് മറ്റേത് വെക്കാനാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഏതായാലും 2 ആൾ ഇത്തിരി മതി, അങ്ങനെ ഒന്നായിട്ട് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഒരു പൊതീന പിടിപ്പിക്കാനാണ് കേട്ടോ. ഇതെല്ലാം എല്ലാവർക്കും അറിയാൻ മതി, അത് ഉമ്മ പറഞ്ഞതാണ്. ഇവിടെ ബിരിയാണീൻ്റെ ഓർഡറൊക്കെ വരുന്നതിനോട് ഈ പൊതീനൻ്റെ എല്ലാം ഇഷ്ടം പോലെ കിട്ടുമല്ലോ. അപ്പോൾ പൊതീന അങ്ങനെ ആ മോൾ ഭാഗം കണ്ട് ഒഴിവാക്കിയിട്ട് അടിഭാഗം അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കിയുള്ളതുണ്ടല്ലോ ഇതേപോലെ അടിയിലേക്കുള്ള കമ്പ് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ. ഒരു 3-4 ദിവസം നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം. അങ്ങനെ എടുത്ത് ഒരു മുള വരും. അപ്പോൾ ആ വെള്ളം മാറ്റി കഴിഞ്ഞാൽ അങ്ങനെ കുഴിച്ചിട്ടിട്ട് ഉണ്ടായതാണ് കേട്ടോ അത്. എപ്പോഴും പറയണമെന്ന് വിചാരിക്കും, മറന്നു പോണതാണത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ മുകളിൽ പോയപ്പോൾ കാക്കൻ്റെ ഗാർഡനാണ് കേട്ടോ, പച്ചക്കറി ഗാർഡനാണ്. ചെറുതായിട്ടേ ഉള്ളൂ, എന്നാലും കുറച്ച് തക്കാളി പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതാണ് കേട്ടോ ആ ഒരു ബീഫ് കറി, നല്ല ടേസ്റ്റുള്ള ബീഫ് കറിയാണ്. അപ്പോൾ ഞാനിത് ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ ഞാൻ വിചാരിച്ച് ഷോർട്ട് വീഡിയോ ഇടാം, അപ്പോൾ അതാകുമ്പോൾ ആൾക്കാർ ബോറടി ഇല്ലാതെ കാണുമല്ലോ. പിന്നെ ആ റൈസാണ് കേട്ടോ. അത് ഞാൻ ആദ്യം കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി കഴുകിയിട്ട് എന്നതിൻ്റെ ശേഷം കുക്കറിലിട്ടിട്ട് ഒരു 3-4 വിസിൽ വരുത്തിയിട്ടുണ്ട്. അപ്പം ഒന്നാമത് കുക്കറിൽ ചോറ് വെക്കുന്ന രീതി എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. എനിക്കാണെങ്കിൽ ഇവിടെ ഇക്കാക്കാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഇക്കാക്കാണെങ്കിൽ വലിയ താല്പര്യമില്ല കേട്ടോ കുക്കറിൽ വെക്കണമെന്നും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുക്കറിലുള്ളൊരു പരീക്ഷണം നടത്തലില്ല. അപ്പോൾ ഇതൊന്ന് പഠിച്ചെടുക്കണം ഇനി. ഇതിപ്പം കുഴപ്പമില്ല, 2 പ്രാവശ്യമൊക്കെ ആക്കി ഞാൻ. ആദ്യത്തേൽ വേഗം വിസിൽ ഒഴിവാക്കി വെന്തില്ല, പിന്നെയും അങ്ങനെ 2 പ്രാവശ്യം ആക്കി ചെയ്തതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ പയറുണ്ടല്ലോ,
അതേപോലെ ചോറും കുറച്ച് ചോറും കൂടുതൽ ഉപ്പേരിയും ആക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ചില ദിവസം ഉപ്പേരിയൊന്നുമില്ല, മീൻ പൊരിച്ചതാണ്. മീൻ പൊരിച്ചതാണ് എനിക്കിഷ്ടം കൂടുതൽ പച്ചക്കറിനേക്കാളും. അപ്പോൾ ഇതാ ഈ ഒരു പയറിൽ തേങ്ങ ഒതുക്കിയിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത്രയും കുറച്ചധികം ചോറ് അയക്കണമെന്നൊരു സംശയമുണ്ട്. ഈ റൈസ് കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർമാർ പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ എന്താ ബീഫ് കറിയും ആ ഉപ്പേരി കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. ഇക്കാക്ക ഇല്ല കേട്ടോ, കാക്ക ഇവിടെ തൊട്ടടുത്ത് ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ ആ കല്യാണ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഉച്ചക്ക് ഉണ്ടാവില്ല, അപ്പോൾ എനിക്ക് മാത്രമേ. പിന്നെ കാക്ക വന്നതിന് ശേഷം ഇവിടെ മുകളിലൊക്കെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. കുറച്ചധികം ക്ലീനിങ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേനോ മുകളിലെ പുതിയ ടൈലിട്ടത് നല്ലോണം ഷാമ്പു ഇട്ട് കഴുകണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ പരിപാടിയാണ്. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം മോളെ കൂടെ ഡോക്ടറെ അടുത്ത് പോയതാണ്. അപ്പോൾ ഞാൻ അന്ന് 2 ദിവസമായിട്ടൊക്കെ ഭയങ്കര നാഭിവേദന. അപ്പോൾ ബേബിനെ വയറ്റിലുള്ള സമയത്തും ഓർക്ക് അങ്ങനെ തന്നെ. പക്ഷെ അത് തുടക്കം മുതലേ ഉണ്ടായിനി. ഇതിപ്പോൾ ഈ ഒരു സമയം. അപ്പോൾ ഓക്ക് ടെൻഷൻ, എന്തേ പ്രശ്നമാവോ, വേറെ എന്തോ ഒരു വികസനം കൂടുതലുണ്ട് എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഇപ്പം തന്നെ വികസനം ഉണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഓക്കൊരു ടെൻഷൻ. അപ്പം അങ്ങനെ ലാബ് ടെസ്റ്റ് ചെയ്യാനും ഉണ്ടായിനി, ബ്ലഡ് ടെസ്റ്റിനും ഉണ്ടായിനി. പിന്നെ സ്കാനിങ്ങിന് ഇതിപ്പോൾ ഒരു 4 or 5 സ്കാനിങ് ആയി. അതിന് തന്നെ ആവട്ടെ ഒരു സംഖ്യ. വയറ്റിലായാൽ പിന്നെ എത്ര സ്കാനിങ് പോലും എടുക്കുക അറിയില്ല. അപ്പോൾ ഓരോരോ ആവശ്യമാണ്. എന്നാലും എനിക്കൊന്നും ഒരു 10 ഉറുപ്പ്യൻ്റെ മേലായി. ഇപ്പോൾ 7 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 8 ആയിട്ടില്ല. അപ്പോഴേക്കും കണ്ടില്ല, നല്ല റേറ്റുമാണ് സ്കാനിങ്ങിനൊക്കെ. പിന്നെന്താണ് ഇക്രയിൽ തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞ മാതിരി മറ്റുള്ള ഹോസ്പിറ്റലിനെക്കാട്ടും കുറച്ചും കൂടി ഒരു ബെറ്ററാണ് ഇക്രയിൽ പൈസ ഇങ്ങനത്തെ ടെസ്റ്റുകൾക്കൊക്കെ. പിന്നെ ഞങ്ങൾ ഇത് എന്തോ ഒരു സ്കാനിങ് ആണ്, വിശദമായിട്ടുള്ളതല്ല, വേറെ എന്തോ കുട്ടീൻ്റെ പൊസിഷനും അങ്ങനത്തെ ഒക്കെ അറിയാനും അങ്ങനെ എന്തൊക്കെ ആണ്. ആ ഒരു സ്കാനിങ്ങിന് പോയതാണ് കേട്ടോ. അപ്പോൾ സ്കാനിങ്ങിന് ലേറ്റ് ആവുമെന്ന് വിചാരിച്ച് നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ പുറത്തുനിന്ന് ചോറൊക്കെ തിന്നാന്നുള്ളൊക്കെ ഒരു പരിപാടിക്ക് ഇട്ട് പോയതാണ്. പക്ഷേ സ്കാനിങ് പെട്ടെന്ന് കഴിഞ്ഞിട്ടോ. ഞങ്ങൾ സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ അടുത്തേക്ക് ചെന്നപ്പം കിടക്കണ 1-2 മണിക്കൂറാണ് ഞങ്ങൾ അവിടെ നിന്ന്. കാരണം റിസൾട്ട് കാണിക്കാനേ ഉള്ളൂ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വന്ന് കാണിച്ചതാണല്ലോ. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി പറഞ്ഞതിന്. പക്ഷേ 2 ആഴ്ച വരെ നിൽക്കണ്ട പറഞ്ഞിട്ട് ഞങ്ങളൊരു 10 ദിവസമൊക്കെ ആയപ്പോൾ തോന്നുന്നുണ്ട് ഇങ്ങനെ വേഗം പോകുന്നത്. പിന്നെ അപ്പോൾ വീണ്ടും ഡോക്ടർ, ഞങ്ങൾ 3 മണിയായിട്ടോ ഡോക്ടറെ കാത്തുനിന്ന് പിന്നെയും ഡോക്ടർ ഫുഡ് കഴിക്കാൻ പോകുക പറഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ ചോറുന്നാൻ പോകുന്നു. ഇപ്പോൾ അവിടെ ഒരു ഷേഗർ ഫുഡ് ഉണ്ട്, നല്ല അടിപൊളി ഫുഡാണെന്നാണ് ഓള് പറയുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വലിയ ഒരു എന്താ പറയുക, കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ നല്ല മീൻ പൊരിച്ചാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അയക്കോറൊക്കെ വാങ്ങിട്ടോ. നല്ല റേറ്റാണ് അയക്കോറക്ക്, 200-250 തോന്നുന്നുണ്ട്. ചോറ് കറി കുഴപ്പമൊന്നുമില്ലേനി കേട്ടോ, അടിപൊളിയെന്ന് അറിയാനില്ല, എന്നാലും കുഴപ്പമില്ലേനി. പിന്നെ പപ്പടം ഉപ്പേരി അങ്ങനത്തെ 60 രൂപയേ ഉള്ളൂ. പിന്നെ നല്ല സോയാബീൻ്റെ ഇതുണ്ട്, പിന്നെ അവിയലുണ്ട്, അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് ഓൾക്ക് മീൻ പൊരിച്ചൊക്കെ നല്ല ഇഷ്ടപ്പെടും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഉപ്പ് കുറവാണ്, ഉപ്പും വേണ്ട എരിവും വേണ്ട. അപ്പോൾ ഓൾക്ക് അടിപൊളി ആയിക്കല്ലോ. ഞങ്ങൾക്കവിടെ അത്യാവശ്യം ഉപ്പും വേണം, നല്ല എരിവും വേണം. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയതും കയറിയതൊക്കെ നല്ല പൊരി വെയിലെത്താം, നിലാവെളിച്ചം പോലെ ഉണ്ടായിനി. ഭാഗ്യത്തിന് ഞാൻ കുട എടുത്ത് ബാഗിലിട്ടിട്ടുണ്ട്. ഇനി അതുകൊണ്ട് ഇക്രേന്ന് നമ്മളെ പ്ലാനിങ് ഡോക്ടറെ കാണിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പിന്നെ ഇനി അങ്ങോട്ട് പോകണ്ടല്ലോ റോഡുമെന്ന്. അപ്പോൾ മോളിന്നെ കളിയാക്കുക, ഞാൻ അവളെ വീഡിയോ എടുത്തപ്പോൾ ഇന്നെ കളിയാക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പേളിമാണീൻ്റെ മോളാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നെ കണ്ടൻ്റ് ആക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇന്നെ കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ അവള്. പിന്നെ ഡോക്ടറെ കാണിച്ച് പിന്നെ ഭാഗ്യത്തിന് ഞങ്ങൾ ഫുഡ് കഴിച്ച് അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ കഴിഞ്ഞിട്ടോ അടുത്തപ്പോൾ റിസൾട്ട് കാണിച്ച് കുഴപ്പമൊന്നുമില്ല, ടെസ്റ്റിൽ പേടിക്കാനൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് ഒറ്റയ്ക്ക് വീട്ടിൽ ജോലിയൊന്നും എടുക്കേണ്ട, ആരെങ്കിലുമൊക്കെ ഹെൽപ്പിന് വിളിച്ചോണ്ടി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അടുത്ത മാസം ഫസ്റ്റ് തന്നെ ഓൾ ഇങ്ങോട്ട് വരാറ്, ഇനിയിപ്പോൾ പ്രസവം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇവിടുത്തെ ഗാർഡൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്താണ്. പിന്നെ വിഷുവിൻ്റെ അന്നത്തെ ദിവസം പിന്നെ എൻ്റെ 10ാം ക്ലാസ് മുതലുള്ളൊരു സ്നേഹിതയാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഡെയിലി സംസാരിക്കലോ അങ്ങനെ ഒന്നും ഇല്ലേനി. കുറേ ഒരു 3-4 കൊല്ലം കൂടുമ്പോൾ ഒരു ബന്ധം ഉണ്ടാവും, ബന്ധം പുതുക്കും, വീണ്ടും പോവും, വീണ്ടും കുറേ കാലം കഴിയും പുതുക്കും, അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ബന്ധമുള്ളത്. ഇപ്പം സ്കൂൾ ഗ്രൂപ്പൊക്കെ തുടങ്ങിയ ഒരു മീറ്റപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതിന് ശേഷം ഞങ്ങളിപ്പോൾ അധിക ദിവസം ബന്ധപ്പെടലുണ്ട് കേട്ടോ. അപ്പോൾ ഓളെ ഹസ്ബൻഡും മോളുമാണ്. ഒരു മോളെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ട് ഇനി, പക്ഷേ കല്യാണത്തിന് ഒരു കഥയുള്ളൊരു കല്യാണം ഇനി. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഓള് പറയും വാ സദ്യ കഴിക്കാൻ വാ, വീട്ടിലേക്ക് വാ. കല്യാണത്തിന് എനിക്ക് സദ്യ കഴിക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ എന്നും വിളിക്കും. അപ്പോൾ തലേന്ന് വിളിച്ച് പോണോ പോണ്ടേ എന്നുള്ളൊരു ഇതിലേണ്ടിട്ടോ ഞാൻ നിന്നത്. പക്ഷേ പിറ്റേന്ന് രാവിലെ ഓള് വിളിച്ചു. അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ളൊരു വിളിയാണല്ലോ. അപ്പോൾ പറഞ്ഞ് അത് വരാൻ വേണ്ടിയിട്ട് തന്നെ വിളിക്കുകയാണ്, വെറുതെ ഒരു വിളിയല്ല, എന്തായാലും പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി. കാരണം പോവാൻ മടിച്ചത് വേറെ ഒന്നുമല്ല, 2 ബസ് കയറണം, നല്ല വെയിൽ,
ഒറ്റക്ക് പോകണം, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ അവിടെ അന്ന് ബസ്സും കുറവേനി. ഇതവളെ മോളാട്ടോ, ടീച്ചറാണ് കേട്ടോ അവള്. മൂത്ത മോള് പിന്നെ ഫിഷറീസിൽ എന്താ വർക്ക് ചെയ്യുക, അവളെ കല്യാണം കഴിഞ്ഞ്. പിന്നെ അതാ ഞങ്ങൾ സദ്യ കഴിക്കുകയാണ് കേട്ടോ. സദ്യയൊക്കെ നല്ല അടിപൊളി സദ്യ തന്നെ ഇനി. രസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. രസം നല്ല രസമുണ്ട് ഇനി കേട്ടോ. പിന്നെ അതാ ഓള് പറയുന്നുണ്ട് എന്നെ നൈറ്റ് ഇട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനോളെ പറഞ്ഞു ഞാൻ നൈറ്റിയൊക്കെ ഇട്ടിട്ട് എത്രയോ വീഡിയോ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ മുകളിൽ പോയിട്ട് കല്യാണ ആൽബമൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ നല്ല അടിപൊളിയാണ്, നല്ല രസമുള്ള ഫോട്ടോസ്. ഇതൊക്കെ നല്ല പൈസ കൊടുത്താൽ നല്ല അടിപൊളിയിൽ തന്നെ ഫോട്ടോസൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ പറയനി പിന്നെ മോളെ ആൽബം ഇതേപോലെ തന്നെയാണ് എന്ന്. അപ്പോൾ അതാ ഇത് പിന്നെ ഓരോരുത്തരെയും ഓള് പറഞ്ഞു തരാം കേട്ടോ. ഭർത്താവിൻ്റെ കുടുംബക്കാരെയും മോളെ വീട്ടുകാരെയൊക്കെ അങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തി തരികയാണ്. ഓളെ മോളാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. ഞാൻ വിചാരിക്കാം മോൾക്ക് ഇപ്പോൾ ശല്യമായിട്ടൊന്നും ഇല്ലായിരിക്കും ഞങ്ങൾ വീഡിയോ എടുപ്പിച്ചിട്ട്. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. നല്ലൊരു മോളിക്ക് നല്ല ഇഷ്ടമായി, നല്ല സ്വഭാവവും നല്ലൊരു പെരുമാറ്റവും. ഇതാണ് കേട്ടോ അവളെ മൂത്ത മോളും ഹസ്ബൻഡും. പിന്നെ അത് ഓളും ഭർത്താവുമാണ്. പിന്നെ അത് ചെറിയ മോള്, ഓളെ കല്യാണമൊന്നും ആയിട്ടില്ല, പഠിത്തം മറ്റോളെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. ഓരോ ഒരു ഫാമിലിയാണ്, 2 പെൺകുട്ടികളാണ്. നല്ല ഹൈ ക്ലാസ് പഠിത്തമുള്ള കുട്ടികളാണ് കേട്ടോ. +2-നും +1-നും SSLCക്കും ഒക്കെ ഫുൾ A+ വാങ്ങിയിട്ട് നല്ല രീതിയിൽ പഠിച്ച മക്കളാണ്. പിന്നെ ഇതാ ഞങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്തും വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ കല്യാണ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുതിയണ്ണ് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങണ ഒരു പോസൊക്കെ എടുക്കലില്ലേ, അങ്ങനെ അതാണെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് ലാസ്റ്റ് പായസമൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ പോകുന്നു കേട്ടോ. പിന്നെ അതാ എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവൾ നൈറ്റിയൊക്കെ മാറ്റി ചുരിദാറൊക്കെ ഇട്ടാണ് ബസ് സ്റ്റോപ്പിലേക്ക് വരാൻ. അവൾ അവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ. അതിൻ്റെ മുന്നേ ഞങ്ങൾ ഗ്രൂപ്പിലിടാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ അങ്ങനെ അന്നത്തെ ഒരു ദിവസം അങ്ങനെ പോയിട്ടോ. ഇങ്ങനെ ഒരു ഓണം വിഷുവിനൊന്നും ഞങ്ങളൊന്നും സാധാരണ എവിടെയും പോകലൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ ഓണത്തിന് കാക്കൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി സദ്യ കഴിച്ച്. പിന്നെ അത് പ്രാവശ്യം കുറേ കാലങ്ങൾക്ക് ശേഷം തന്നെ പറയാം, അങ്ങനെ ആരെ വീട്ടിലൊന്നും ഞങ്ങളങ്ങനെ പോവലൊന്നുമില്ല. എല്ലാവരും വീട്ടിലേക്ക് കൊണ്ട് തരിക അയൽവാസികളൊക്കെ. അപ്പം ഞാൻ തിരിച്ച് വരുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിൽ പോയി വരുമ്പോൾ ഇവളെ വീട്ടിൽ പോയി വരുമ്പോഴത്തേക്കും ഒരു സദ്യക്കും കൂടിയുള്ള സാധനങ്ങൾ പായസമായാലും സാമ്പാറൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ അതാ ശംഖുപുഷ്പം വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിത്തിന് പോയതാണ് വീട്ടിൻ്റെ അടുത്തേക്ക്. അപ്പോൾ പറയാം അവിടെ പോയാലും ഫോട്ടോ, ഇവിടെ പോയാലും അല്ല ഫോട്ടോ അല്ല, അവിടെ പോയാലും വീഡിയോ, ഇവിടെ പോയാലും വീഡിയോ ആണെന്ന് പറഞ്ഞെടുക്കുക. പിന്നെ അതായത് ബസ് സ്റ്റോപ്പിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.